ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ അർച്ചന ആ ഞെട്ടിക്കുന്ന വിവരം അറിയാട്ടോ ചെയ്യുന്നത്. ചിന്നുമോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചിന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേനും അനന്തൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് എന്നെ അർച്ചനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും, ഞാനിപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയന്മാരുടെ കൂടെ അർച്ചനയും ചിന്നുവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് രുക്ക് പറയുന്നുണ്ട്, അർച്ചന ചേച്ചിക്ക് എന്തായാലും ചിന്നുവിനെ കാണാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ, അതങ്ങനെയാണ്, നോക്കാം നമുക്കെന്ന് പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ ചിന്നുവിന് ബോധമൊക്കെ തെളിഞ്ഞിരിക്കുക കേട്ടോ ഇപ്പോൾ. അതിനുശേഷം തന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ആ മോൾ എണീറ്റോ, മോൾക്ക് വിശക്കുന്നുണ്ടാവും, ചന്ദ്രേ എന്തെങ്കിലും അവൾക്ക് എടുത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഓ, മകളുടെ മുന്നിൽ വലിയ ഷൈൻ ചെയ്യാൻ കേട്ടോ, ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകും, മര്യാദയ്ക്ക് നിന്നോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മോൾക്ക് കഴിക്കാൻ എന്തേ കൊടുക്ക്. ആ കേട്ടു വിജയേട്ടാ, ഞാൻ മോൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. മോൾക്ക് എന്താ വേണ്ടത്, ഓറഞ്ചാണോ വേണ്ടത്, എന്താ വേണ്ടത് ചോദിക്കുമ്പോഴത്തേനും എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മ വന്നിട്ടില്ലല്ലോ, ചെറിയമ്മ പറഞ്ഞല്ലോ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. നിൻ്റെ അമ്മ എന്തായാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പണിയാണ് അർച്ചന കാണിച്ചത്, മോൾ ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടൊക്കെയാണ് പോയത്. 18 വയസ്സായപ്പോൾ മോൾ അവൾക്കൊരു ബാധ്യതയായി, അല്ലാതെ പിന്നെ ഇതിലെന്താ വേറെ പറയാനുള്ളത്. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ബാധ്യതയൊന്നുമല്ല, എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് വരും, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല എന്ന് വിജയനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയന്മാരെ കൂട്ടിയിട്ട് അർച്ചന ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ അനന്തൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അയാളെ കണ്ടാൽ എനിക്ക് രണ്ട് പൊട്ടിക്കാൻ തോന്നും, ഞാനിവിടെ നിൽക്കാം, നിങ്ങളെന്തായാലും മച്ചു നീ ചേച്ചിയെ സംരക്ഷിക്കണം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കിന് മറുപടി കൊടുത്തേക്കെന്ന് പറയുന്നു. നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അർച്ചനയും കൂട്ടിക്കൊണ്ട് അവർ റൂമിനകത്തേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ചിന്നുവിൻ്റെ കിടപ്പ് കാണുമ്പോഴത്തേനും വളരെയധികം വിഷമത്തോടു കൂടി വരാട്ടോ, കരയുന്നുണ്ട് കേട്ടോ അർച്ചന. അത് കാണുമ്പോഴത്തേനും വിജയനും ചന്ദ്രയും കൂടി ആകെ ഞെട്ടുന്നുണ്ട്. ഓ, ഇവൾ വീണ്ടും വന്നോ എന്ന രീതിയിൽ തന്നെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീട് മോളെ നിനക്ക് എന്ത് പറ്റി, ആ കയ്യിലത്തെ മുറിവൊക്കെ കാണുമ്പോൾ അർച്ചനയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ, അങ്ങനെ കരയാണ് ചെയ്യുന്നത്. എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ തിരിച്ചു വന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എവിടെയോ നിരങ്ങാൻ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു എന്ന് വിജയനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അർച്ചനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇന്നലെ ഒരു രാത്രി നീ എവിടെയായിരുന്നു, ഇവളെക്കുറിച്ച് ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുള്ളതുകൊണ്ട് ഇവളിപ്പോൾ സുഖം പ്രാപിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും അനിയന്മാരാണെങ്കിലും അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ചെയ്യുന്നത്. ഞങ്ങളാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇപ്പം നിങ്ങൾ അധികാരം കാണിക്കാനായിട്ട് വന്നോ, നിങ്ങളല്ലേ, ഞാൻ അവളുടെ അച്ഛനാണ്, അപ്പോൾ എന്നെക്കാൾ സ്ഥാനം ആർക്കാണ്, അമ്മയില്ലെങ്കിൽ ഞാനല്ലേ അവളെ സംരക്ഷിക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേന് അർച്ചന പറയുന്നുണ്ട്, ഞാനാണ്, എൻ്റെ അനിയന്മാരാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവളുടെ ഉത്തരവാദിത്തമുള്ള മാമന്മാരാണ് അവർ, അവർക്കപ്പുറം നിങ്ങളാരുമല്ല എന്ന രീതിയിലൊക്കെ അർച്ചന സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വിജയനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടോ. എന്തായാലും എൻ്റെ ചേച്ചി വന്നല്ലോ, ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ പറ്റും, ഞങ്ങൾ പോകണമെങ്കിൽ ചിന്നു പറയട്ടെ, ചിന്നുവിന് ഞങ്ങളെയാണോ വേണ്ടത് അതോ അർച്ചനയാണോ വേണ്ടതെന്ന് നോക്കാമല്ലോ. ചിന്നുമോളെ ഒന്ന് പറ, ആരെ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്ക് കൂടല്ലേ, അച്ഛന് എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് വിജയനോട് കേട്ടോ. അപ്പോഴത്തേനും ഇനി എന്താ തീരുമാനിക്കേണ്ടത്, ചിന്നുവിന് ആരെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ മതി, എൻ്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് മനസ്സിലായത്തോളം എൻ്റെ അമ്മയെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല എന്ന രീതിയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ അച്ഛൻ തിരിച്ചു പോകുമെന്ന് പറയുന്നു. അങ്ങനെ വിജയനും അതുപോലെ ചന്ദ്രയും കൂടെ തിരിച്ചു പോകുന്നു കേട്ടോ. ആ സമയത്ത് ഒന്ന് നിൽക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ, നിങ്ങൾ നേരത്തെ ഞങ്ങളുടെ ചേച്ചി ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അടിച്ച് പുറത്താക്കാനാക്കി നോക്കി, ഇപ്പം എങ്ങനെയുണ്ട്, ചേച്ചി വന്നപ്പോൾ നിങ്ങളുടെ അധികാരം കഴിഞ്ഞില്ലേ, നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല, എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് ചിന്നുവിനെ തൻ്റെ വരുതിയിലാക്കാൻ ശ്രമിക്കാൻ നോക്കിയല്ലേ, പക്ഷെ നടന്നില്ലല്ലോ, അതൊരിക്കലും നടക്കാനായിട്ടും പോകുന്നില്ല, നിങ്ങൾ വിചാരിച്ച പോലൊരു കുട്ടിയല്ല ഞങ്ങളുടെ ചേച്ചി, അവൾ ഞങ്ങളുടെ കയ്യിലാണ് പ്രസവിച്ച് തന്നത്, അന്ന് മുതൽ ഞങ്ങൾ പൊന്നു പോലെ ഞങ്ങളുടെ മോളെ നോക്കിയത്, നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്, ഇപ്പോൾക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ അവളെ തേടി വന്നു അല്ലേ നിങ്ങൾ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട്, അതുവരെ ആ വേലിപ്പുറത്ത് പോലും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോഴത്തേനും വിജയന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തൊക്കെയാടാ പറയുന്നത്? ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല. അധികാരത്തിൻ്റെ പുറത്ത് വന്നേക്കുകയാണ് നിങ്ങൾ എൻ്റെ ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ചേച്ചിയുടെ വയറ്റിൽ ചിന്നുമോൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മഴയുള്ള രാത്രി നടന്ന സംഭവങ്ങൾ എന്നെക്കൊണ്ട് ഇനി കൂടുതൽ പറയിപ്പിക്കേണ്ട എന്ന് അയ്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെ വിജയനും ചന്ദ്രയും അങ്ങോട്ട് വരുന്നുണ്ട്. നാണം കെട്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാണ്? മകളെന്ന് പറഞ്ഞ് ഓടിച്ചെന്നില്ലേ, ഇപ്പം കണ്ടില്ലേ കോലം, ഇനി എന്നെ ഈ പടിക്ക് നിൽക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയും പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ ചിന്നുവും അമ്മയും കൂടിയും കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് ചിന്നുവിന് കേട്ടോ. അപ്പോൾ തന്നെ മോൾ എന്ത് പണിയാണ് കാണിച്ചേ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ? എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനല്ലേ ചെയ്യാനുള്ളൂ, പിന്നെ ആരാ ചെയ്യുന്നത്? അമ്മ എന്നെ വളർത്താൻ എടുത്ത ത്യാഗത്തിൻ്റെ അത്രയൊന്നും ഇത് വരില്ലല്ലോ എന്നും പറയുന്നുണ്ട്. മോളെ പിന്നെ ഒരു കാര്യം കൂടി, അമ്മ എങ്ങോട്ടേക്കാണ് പോയത്? അമ്മയ്ക്ക് എങ്ങനെ രാത്രിയൊക്കെ അവിടെ നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടി, പക്ഷേ എന്നാലും മോളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് അമ്മയ്ക്ക് വേദന ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചന്ദ്രലേഖ. രാവിലെ ഞാനൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും ആ വനിതാ വക്കീൽ തിരിച്ചു വന്നു അർച്ചന എന്ന് പറയുന്നുണ്ട്. ഞങ്ങളത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഞങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ കേസാവില്ലേ. അതാ എന്നാൽ പിന്നെ ഇനി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, കാരണം അവൾ തിരിച്ചു വന്നെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളായിരുന്ന 50,000 രൂപയില്ലേ, അത് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കെന്ന് പറയുന്നുണ്ട്. അത് നടക്കില്ല മാഡം. മാഡം ഞങ്ങൾക്കൊരു ന്യൂസ് കൊടുക്കാൻ വേണ്ടി തന്നതല്ലേ, അത് ഇനി തിരിച്ച് തരില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പണിയാണ് കാണിക്കുന്നത്? എൻ്റെ പൈസ ഇങ്ങ് തിരിച്ച് തന്നേക്കെന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും തരില്ല. അങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും മാഡത്തിൻ്റെ രീതിയിലൊരു ന്യൂസ് അങ്ങ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റാണ്ടായി. തൻ്റെ പൈസയും പോയി കിട്ടി എന്ന രീതിയിലായി. ഓ, എന്ത് കഷ്ടകാലത്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന ഒരു രീതിയിൽ പറയുന്നു. അതിനുശേഷം തന്നെ അർച്ചനയെ തന്നെ കേട്ടോ കാണിക്കുന്നത്. അർച്ചനയും ചിന്നു ഉറങ്ങുന്ന സമയത്ത് തന്നെ അർച്ചനയും അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ അപരിചിതൻ വാതിൽ, അതായത് ഡോറ് മുട്ടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അത് തുറക്കുന്ന സമയത്ത് നിങ്ങളോ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത്? ഭവതി എൻ്റെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം ഭവതിയുടെ കയ്യിൽ പെട്ടു, അതെനിക്ക് തിരിച്ചു തരണം, അതന്വേഷിച്ചല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ, അത് ഞാൻ തിരിച്ച് ഭവതിക്ക് വായിക്കാൻ തന്നില്ലേ, അത് തിരിച്ച് തന്നേക്കെന്ന് പറയുന്നു. അത് ഞാൻ അവിടെ തന്നെ വെച്ചല്ലോ. ഇല്ല, ഭവതി അത് വെച്ചിട്ടില്ല, ഭവതിയുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതെനിക്ക് തന്നാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ പറയുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മോൾ എണീക്കും, എന്ന് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. മോൾ എനിക്കൊന്ന് പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്ന് പറയേണ്ടി വരില്ലേ? അതിനുത്തരം ഭവതിയുടെ കയ്യിലില്ല അല്ലേ? അതാണോ പ്രശ്നം? ഞാൻ ആരാണെന്ന് അറിയാനാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അർച്ചനയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അയാൾ. അപ്പോഴത്തേനെ കൊതറി അർച്ചന ഉള്ളിലേക്ക് ഓടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോയിട്ട് കാണാം കേട്ടോ.